നമ്മുടെ വേറൊരു വീഡിയോ. സോ ഇപ്പോൾ നമ്മൾ നാട്ടിലെത്തിയിട്ട് ഓൾമോസ്റ്റ് ഒരാഴ്ച കഴിഞ്ഞു. നമ്മളുടെ സാധാരണ ഒരു NRI നാട്ടിലെത്തിക്കഴിഞ്ഞാൽ ചെയ്യുന്ന ഹോസ്പിറ്റൽ വിസിറ്റ്സ്, ഡെൻ്റൽ ചെക്കപ്പ്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ടായിരുന്നു നമ്മുടെ ഒരാഴ്ച കടന്നുപോയത്. പിന്നെ കുറച്ച് ഫുഡ് എക്സ്പ്ലോർ ചെയ്തു, അങ്ങനെ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്, ചുമ്മാ ഒരു റൈഡിന് വേണ്ടി. സോ നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലെ ആനക്കുളം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചുമ്മാ ഒരു ലോങ് റൈഡ്. സോ നമ്മൾ മൂവാറ്റുപുഴയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് ആകുമ്പോൾ കുറച്ചും കൂടെ അടുത്ത ഒരു 2 മണിക്കൂർ, ഓൾമോസ്റ്റ് 2 മണിക്കൂർ ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ 7:15 സമയം. അപ്പോൾ ഒരു 9:15 ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തും. എത്തുന്ന വഴി മിക്കവാറും നല്ല കുറേ ബ്യൂട്ടിഫുൾ സ്ഥലത്തിൽ കൂടെയൊക്കെ ആയിരിക്കും നമ്മൾ പോകുന്നത്. ചിലപ്പം നമ്മൾ വീഡിയോ കണ്ടപ്പോൾ കുറേ വെള്ളച്ചാട്ടവും, പോകുന്ന വഴി കൂടെ കുറേ വെള്ളച്ചാട്ടവും കുറച്ച് ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ പറ്റുമോ നോക്കാം. പിന്നെ അവിടെ ആനക്കുളം ആക്ച്വലി നമ്മൾ അവിടെ ഒരു പുഴയുണ്ട്, അവിടെ വന്നിട്ട് ആന വെള്ളം കുടിക്കുക, അതാണ് അവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ആനയെ കാണാനാണ് പോകുന്നത്. പക്ഷെ എപ്പോഴൊന്നും ആന ഉണ്ടാവുമെന്ന് അറിയില്ല. പിന്നെ നമ്മളിപ്പോൾ ഒരു സംഭവം, ഒരു ഇൻസ്റ്റാഗ്രാം വഴി ഒരു സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ആ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവായിട്ട് അപ്ഡേറ്റ്സ് കിട്ടും, ആന അവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ അവിടെ ആനയില്ല. പക്ഷെ ചെന്ന് കഴിയുമ്പോൾ അവിടെ ആന ഉണ്ടാവുമെന്ന് അറിയില്ല. പക്ഷെ ആനയെ കാണുകയാണെങ്കിൽ കാണിക്കാം. പക്ഷെ നമ്മളിപ്പോൾ ആനയെ കണ്ടില്ലെങ്കിലും നമുക്ക് അത്ര വിഷമമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മൾ ഈ റൈഡാണല്ലോ ബ്യൂട്ടിഫുൾ, നമ്മുടെ ഡെസ്റ്റിനേഷനേക്കാൾ. അപ്പോൾ നമ്മൾ ഈ ലോങ് റൈഡ് എൻജോയ് ചെയ്ത് അവിടെ എത്താൻ പോവാം. വഴിയിൽ വെച്ച് നമ്മൾ ഇടയ്ക്ക് കഴിക്കാൻ നിർത്തുമായിരിക്കും, പിന്നെ എന്തെങ്കിലും ബ്യൂട്ടിഫുൾ സ്പോട്ട് കണ്ടാൽ നിർത്തും. നമുക്കല്ലാതെ അവിടെ ചെന്നാലേ നിർത്തുള്ളൂ എന്നൊന്നുമില്ല. നമ്മളിങ്ങനെ ഒരു അത്ര പ്ലാനൊന്നുമില്ല. നമ്മൾ അവിടെ അങ്ങോട്ടാണെന്നുള്ളൊരു പ്ലാനേ ഉള്ളൂ. അതിനിടയ്ക്ക് ചിലപ്പോൾ വേറെ വഴിക്ക് പോകാൻ തോന്നിയാൽ വേറെ വഴി പോവും, ഇടയ്ക്ക് നിർത്താൻ തോന്നിയാൽ നിർത്തും, ഇടയ്ക്ക് ചായ കുടിക്കാൻ തോന്നിയാൽ ചായ കുടിക്കും. അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ വഴിയെ കാണിച്ചത് എന്തായാലും ചായ കുടിക്കാൻ നിർത്തും. എന്ന് വെച്ചാൽ അത് നമ്മളുടെ മെയിൻ അജണ്ടയിലുള്ള കാര്യമാണ്. എവിടെയെങ്കിലും പോകുന്ന വഴിക്ക് ഒരു തട്ടുകട കണ്ടാലോ അല്ലെങ്കിൽ ഒരു ചെറിയ ചായക്കട കണ്ടാലോ ഒക്കെ നിർത്തി 2 ചായ കുടിക്കുക എന്ന് പറയുന്നത്, ഞാൻ അതൊക്കെ സ്വപ്നം കണ്ടിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ. അപ്പോൾ കാണാം. അടിമാലി കഴിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴാണ് നല്ല വ്യൂ ഒക്കെ വന്നു തുടങ്ങിയത്. പക്ഷെ അതിൻ്റെ കൂടെ തന്നെ കൺസ്ട്രക്ഷനും സ്റ്റാർട്ടായിട്ടുണ്ട്. ഒരു സൈഡ് ഫുൾ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഇതുണ്ടോ, ലൈക്ക് റോഡ് എക്സ്റ്റൻഷൻ അല്ല തോന്നുന്നു. ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ മണ്ണ് വീഴ്ച തടയാൻ വേണ്ടി അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എന്തോ കേബിളിൻ്റെ അങ്ങനെ എന്തോ പരിപാടിയാണ്. എന്താണെന്ന് ശരിക്കും മനസ്സിലായില്ല.
പക്ഷെ വേറൊരു കാര്യം ഞാൻ നോക്കുമായിരുന്നു, നമ്മൾ ഇവിടുത്തെ കൺസ്ട്രക്ഷനിലുള്ള ആൾക്കാരും നമ്മൾ ഇവിടെയും കണ്ടു. അതിന് മുന്നേ നമ്മൾ ഇന്നലെ വെറുതെ ടൗണിലേക്ക് ഇറങ്ങിയപ്പോൾ ടൗണിൽ കുറച്ച് പണി നടക്കണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് കൺസ്ട്രക്ഷൻ നടക്കണ്ടായിരുന്നു. സോ ആരും സേഫ്റ്റി ബൂട്ട്സ്, ഗ്ലൗസ്, സേഫ്റ്റി ഹാറ്റ്സ് ഒന്നും ഇട്ടിട്ടില്ല. എല്ലാവരും വെറുതെ നമ്മൾ വീട്ടിലെ പണിയെടുക്കുന്ന പോലെ വന്ന് പണിയെടുക്കുന്നത്. സോ നമ്മൾ രണ്ടുപേരും കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മളുടെ കമ്പനിയുടെയൊക്കെ മെയിൻ മോട്ടോ എന്ന് പറയുന്നത് തന്നെ സേഫ്റ്റി ഫസ്റ്റ് ആണ്. ലൈക്ക് സ്കെഡ്യൂളും ആയാലും പ്രോഫിറ്റ് ആണെങ്കിലും ഒക്കെ സെക്കൻഡറി ആണ്. ഫസ്റ്റ് എപ്പോഴും സേഫ്റ്റി. അതുകൊണ്ട് നമ്മളുടെയൊക്കെ അവിടെ എപ്പോഴും ബൂട്ട്സ്, ഗ്ലൗസ്, ലൈക്ക് PPE ഭയങ്കര നിർബന്ധമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഇല്ലാതെ ആരെയും നമ്മൾ ജോബ് സൈറ്റിൽ പോലും കയറ്റില്ല. പക്ഷെ ഇവിടെയൊക്കെ ആൾക്കാർ അങ്ങനെ പണിയെടുക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ പണിയെടുക്കുക, ഇങ്ങനെ അല്ലല്ലോ അവർ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്തിട്ട് ഓക്കെ, അതൊക്കെ കുറച്ചും കൂടെ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണല്ലോ. അപ്പോൾ കുറച്ചും കൂടെയൊക്കെ സ്ട്രിക്റ്റ് ആക്കുക അതൊക്കെ. നമ്മളങ്ങനെ മെയിൻ റോഡിൽ നിന്ന് ഓഫ് റോഡിലേക്ക് കയറി മാപ്പ് കാണിച്ച വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സൂപ്പർ അമ്പോ വൈബുള്ള ഒരു സ്ഥലമല്ലേ, കാട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോകുന്ന വഴി മുഴുവൻ വേണമെങ്കിൽ നമുക്ക് വീഡിയോ എടുത്തിട്ടിടാം, അത്ര ഭംഗിയുണ്ട് ഇത് മുഴുവൻ. പക്ഷെ ഞാനിതെല്ലാം കൂടെ എങ്ങനെ ഇടും? ഈ കാണുന്ന ആ വെള്ള കളറുള്ള ഇലയുള്ള ചെടി കണ്ടോ? അതിനെ നിങ്ങൾക്ക് ആരെങ്കിലും അറിയോ? പണ്ടൊക്കെ നമ്മളുടെ അവിടെ ഒരു എന്താ പറയുക, ഒരു കുസൃതി ചോദ്യം പോലെ ഉണ്ടായിരുന്നു. അമ്മ കറുമ്പി മോള് വെളുമ്പി മോളുടെ മോളൊരു സുന്ദരി കോത എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൻ്റെ ഉത്തരം വെള്ളില എന്നായിരുന്നു. ആ വെള്ളിലയാണ് ആ കാണുന്നത്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിച്ചാൽ റേസിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പുച്ഛിച്ചോളും. പക്ഷെ ഇത് പണ്ടത്തെ ആയിരുന്നു. ഇല്ല, ബട്ടർഫ്ലൈ സോ ബ്യൂട്ടിഫുൾ. കുറച്ച് Thank you, butterfly. You're so mouty. Yay. ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ ചായ കുടിക്കാൻ ഒരു ചായക്കടയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നു. റേഞ്ച് ഉണ്ടോ നമ്മുടെ ഇതിന്? സോ നമ്മളിപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ കമ്പിലൈൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്. സോ ഇവിടെ നിൽക്കുന്ന കണ്ടോ, ഞാൻ നിൽക്കുന്ന സ്ഥലം ഇടുക്കി ജില്ല. ആൻഡ് ആ റോഡ് കണ്ടോ, നമ്മളുടെ പാരലായിട്ടുള്ള റോഡാണ്. അതിവിടെ നിന്ന് നേരെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് പോവും. അത് മാമലക്കണ്ടം പോകുന്ന വഴിയാണ്. അത് എറണാകുളം ജില്ലയാണ്. സോ ഒരു ഇത്രയും ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസിൽ നമ്മൾ അടുത്ത ജില്ലയിലേക്ക് എത്തി. കണ്ടോ, നമ്മൾ ചായ കുടിക്കുന്ന സ്ഥലത്തായിരുന്നു ആ ചേച്ചിയെ നമുക്ക് ഇതൊക്കെ പറഞ്ഞു തന്നെ. ഹായ് ചേച്ചി. മഴ പെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മലയിൽ കൂടെ വെള്ളം ഒഴുകി വരും. അപ്പം നമ്മളവിടെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ചേച്ചി പറയായിരുന്നു, മഴ പെയ്യുന്ന സമയത്ത് നിറച്ച് ഇങ്ങനെ വെള്ളം ഒലിക്കും, അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. പക്ഷെ ഇതിപ്പോൾ ഇന്നലെ നല്ല മഴ പെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പം അതിൻ്റെ ബാക്കിയായിട്ട് കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴുകുന്നു. മഴ പെയ്യുന്ന സമയത്ത് അടിപൊളിയായിരിക്കും. ഇവിടെ മഴ പെയ്യുന്ന സമയത്ത് വന്നാൽ നല്ല വൈബായിരിക്കും.
പോകുന്ന വഴിക്കൊരു നല്ല സമാധാനമുള്ളൊരു പീസ്ഫുൾ സ്ഥലം കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തി ജസ്റ്റ് ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇറങ്ങിയ സ്ഥലമാണ് കേട്ടോ ഇത്. തണുപ്പുണ്ടോ? And how's your experience? സൂപ്പർ, അടിപൊളി. ലൈക്ക് നമ്മൾ ഓരോ സ്ഥലത്ത് ട്രിപ്പ് പോകുമ്പോഴും ഇങ്ങനെ നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മുടെ US-ലായിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഡിബേറ്റ് ചെയ്യും, ബീച്ച് സൈഡ് പോകണോ അല്ലെങ്കിൽ വല്ല കാടുമലയും കയറാൻ പോകണോ എന്നൊക്കെ. പക്ഷെ എപ്പോഴും നമ്മൾ അവസാനം എൻഡപ്പ് ചെയ്യുന്നത് കാടുമലയും കയറാനായിരിക്കും. ആൻഡ് ഒരിക്കലും നമ്മൾ റിഗ്രറ്റ് ചെയ്യാറില്ല അത്. ബീച്ചിൽ പോകുമ്പോഴായിരിക്കും നമ്മൾ റിഗ്രറ്റ് ചെയ്യുക, എന്തിനാ ഈ വെയിൽ കൊള്ളാൻ വേണ്ടി ഇവിടെ വന്നേക്കുന്നത്. സോ ഓരോ ട്രിപ്പ് പോകുമ്പോഴും നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മളെ തന്നെ. വി ആർ ഓൾവേസ് എ മൗണ്ടൻ പേഴ്സൺ എന്നുള്ളത്. ഒരിക്കലും നമുക്ക് ബീച്ച് ഇത്രയും, ദിസ് ഇസ് നമ്മളുടെ മാത്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ. ഒരിക്കലും നമുക്ക് ബീച്ച് ഇത്രയും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മളുടെ ജീവിതത്തിൽ. ദിസ് ഇസ് അടിപൊളി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മളുടെ ഇടുക്കി ഗോൾഡ് എന്നുള്ള മൂവിയിൽ അവരുടെ സ്കൂളിൽ, അവർ പഠിക്കുന്ന സ്കൂളും അതിൻ്റെ പുറകിലൊരു വാട്ടർഫോൾസും ഒക്കെ ഉണ്ട്. ആ ഒരു ലൊക്കേഷൻ ഉള്ളത് ഇവിടെ മാമലക്കണ്ടത്ത് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ സ്കൂളും അവിടുത്തെ ബാക്ക് ഡ്രോപ്പൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, വെരി ബ്യൂട്ടിഫുൾ. പക്ഷേ വെള്ളം കുറവായതുകൊണ്ട് ആ വാട്ടർഫോൾസ് അത്ര ഭംഗിയായിട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സ്കൂളും ആ സ്കൂളിൻ്റെ ഫ്രണ്ടിലുള്ള ആ ഒരു ബോർഡും പിന്നെ അതിൻ്റെ ബാക്കിലുള്ള ആ മലകളൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വെള്ളച്ചാട്ടം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ മോനെ. അങ്ങനെ നമ്മൾ വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു സ്ഥലത്തെത്തി ഇപ്പോൾ കുറേ ജീപ്പുകളും ഒക്കെ നിർത്തിയിട്ട് കുറേ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം കണ്ടു. അപ്പോൾ എന്തോ ഒരു വ്യൂ പോയിൻ്റ് ആയിരിക്കും എന്ന് വിചാരിച്ചു നമ്മൾ. അതുകൊണ്ട് എന്നാ ഒന്ന് ഇറങ്ങി നോക്കിയേക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങി നോക്കിയതാ. അങ്ങനെ വ്യൂ പോയിൻ്റ് ഒന്നും അല്ലായിരുന്നു കേട്ടോ. എന്തോ ഒരു ചെറിയൊരു താഴ്വാരം പോലെ ഒരു സ്ഥലം. നമ്മൾ നേരത്തെ ഇതിലും ബ്യൂട്ടിഫുള്ളായ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പം നമുക്ക് അത്രയ്ക്ക് അവിടെ അങ്ങനെ നിർത്തി അത്രയും നേരം ഇരുന്ന ആൾക്കാർ കാണുന്ന എന്താണെന്ന് മനസ്സിലായില്ല. പിന്നെ നമ്മൾ ഇറങ്ങിയതുകൊണ്ട് അവിടെ വരെയൊക്കെ ചെന്നിട്ട് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു പോന്നു. സോ നമ്മൾ വന്ന് അടിമാലിയൊക്കെ കഴിഞ്ഞ് മാങ്കുളം പോകുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞേക്കാണിപ്പോൾ. അതെ, വഴിയിൽ വെച്ച് നമ്മൾ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു ചായ മാത്രമല്ലേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇടയ്ക്ക് വെച്ച് നമ്മൾ പൊറോട്ടയും ബീഫും കഴിച്ച് പയ്യെ അവിടെ നിന്ന് അടിമാലി വഴി മാങ്കുളം റൂട്ടിലേക്ക് പോവാണ്. അപ്പോൾ വേണം വെള്ളച്ചാട്ടം. ഐ മീൻ പ്രത്യേകിച്ച് അതിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ, നല്ല ഭംഗിയുണ്ട്. ഈ നമ്മൾ വന്ന ത്രൂ ഔട്ട് റൂട്ടും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കുറേ കാടും മലയൊക്കെ മാറി ഇവിടെ കൃഷി. കണ്ടോ, ഇങ്ങനെയാ എല്ലായിടത്തും. ഇങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു വെള്ളച്ചാട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം, അരുവി, അങ്ങനെ പല സംഭവങ്ങളായിരിക്കും. ഒന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ഇത് എന്താന്ന് കേട്ടോ, എന്നിട്ട് വരാം. ഇതാ നമ്മള് കാറിൽ വെച്ച് കണ്ട വെള്ളച്ചാട്ടം.
വെള്ളത്തിൻ്റെയും കാടിൻ്റെയും കൊച്ച കേട്ടോ. നമ്മൾ കാറിൽ വെച്ച് കണ്ട വെള്ളച്ചാട്ടത്തിൽ അവിടെ നിർത്തി നമ്മൾ വെള്ളച്ചാട്ടം, ചെറിയൊരു വെള്ളച്ചാട്ടം കേട്ടോ, അത് അവിടെ പോയി കാണാൻ പറ്റി. പക്ഷേ ആ വെള്ളച്ചാട്ടം കാണണമെങ്കിൽ നമ്മുടെ ആ ഡ്രൈവ് ചെയ്ത് വന്ന ആ സ്ഥലത്തെ കൂടെ തന്നെ കാണണം. അപ്പോൾ നമ്മൾ അതൊന്ന് കിട്ടുമോയെന്നറിയാൻ നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം കാണാം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഇവിടെ ഈ റൂട്ടിൽ എവിടെ നിർത്തിയിട്ട് ഒരു സ്ഥലം കാണിച്ചു തന്നാലും നല്ല ബ്യൂട്ടിഫുൾ ആണ്. സോ നമ്മൾ ആ കണ്ട വാട്ടർഫോൾസിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങി എന്തൊക്കെയാണെന്ന് നോക്കി വീണ്ടും അത് കയറി. അപ്പം ഞാൻ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കാൻ തുടങ്ങി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കുറച്ച് ഫുൾ കാടൊക്കെ മാറി ഫുൾ കാടമം പ്ലാന്റേഷൻ ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെയൊക്കെ നിറച്ച് കാടമം പ്ലാന്റേഷനാണ്. ഗവൺമെൻറ്റിൻ്റെ ഉണ്ട്, പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉണ്ട്, അങ്ങനെ പിന്നെ വീടുകളിൽ വെറുതെ കുറേ കൃഷി, കുറേ സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ 1-2 കാടമം പ്ലാന്റ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ. അപ്പോൾ അതൊന്ന് കാണിക്കാനായിരുന്നു ഞാൻ എടുത്തത്. അപ്പോഴാണ് പെട്ടെന്നൊരു വാട്ടർഫോൾ കണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് കാടമം പ്ലാന്റേഷൻ കാണിച്ചു. നമ്മൾ മാങ്കുളം എത്തി. ഇവിടെ മാങ്കുളം എന്നുള്ള ബോർഡ് കണ്ടപ്പോ അവിടെ മുതലുണ്ടല്ലോ, ശരിക്കും ആ ബോർഡിന്റെ അവിടെ തൊട്ട് അങ്ങോട്ട് ഫുൾ ടീ പ്ലാന്റേഷൻ. ഇവിടെ ആൾക്കാർ നിന്ന് അത് പറിക്കുന്നുണ്ട്, ഇല ടീ ലീവ്സ് പറിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറയണ്ടല്ലോ, ടീ പ്ലാന്റേഷൻ കാണാനല്ലെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആണല്ലോ. ഇനി കുറച്ചു നേരം നിങ്ങൾ ഈ വാട്ടർഫോൾസും ഇനി വരാൻ പോകുന്ന കുറച്ച് പിക്ചേഴ്സൊക്കെ കണ്ടിരിക്കുക. ഇനിയും ഞാൻ ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോയാൽ നിങ്ങൾക്കൊക്കെ ബോറടിക്കും. അപ്പം ഞാൻ ഇനി ആനക്കുളത്ത് എത്തുന്നതും ആനക്കുളത്തെ വിശേഷവും അവിടുത്തെ കാഴ്ചകളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ പാർട്ട് 2 ഓഫ് ആനക്കുളം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. We don't need no education, no.